ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പിള്ളേരുടെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ജോഷുവയുടെ PTA മീറ്റിംഗ് ആണ്. 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലെ പിള്ളേരുടെ പേരൻസിന്. ജുവാന് അതിന്റെ പിറ്റേ ദിവസമാണ്. ജോഷുവിനൊരു രാവിലെ 10:30-ആയിരുന്നു. അപ്പൊ രാവിലെ ഉമ്മാനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നിട്ട് വേഗം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പോവുമായിരുന്നു. കാരണം വേറെ ഒന്നും ചെയ്യാനുള്ള ടൈം ഒന്നുമില്ലായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങി വരുമ്പം ഇവരുടെ പിള്ളേരുടെയൊക്കെ ടീച്ചർമാർ PTA മീറ്റിംഗ് സ്ഥലത്ത്. അപ്പൊ അവരെ കളിക്കാൻ വിട്ടേ. അപ്പൊ ജോഷുവാനെ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരൻ അതിനെ LKG തൊട്ട് ഉള്ളതാ. എന്നിട്ട് എന്നെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം. അമ്മയെന്നെല്ലാം വിളിച്ച് ഓടി കുറെ ഉമ്മയൊക്കെ തന്നെ എന്റെ ഉമ്മയൊക്കെ വാങ്ങി. ഞാൻ ഇങ്ങോട്ട് നടക്കും, പിന്നെ ഓടി വന്നിട്ട് അമ്മേന്ന് വിളിക്കും. പാവം. എന്നിട്ട് വന്നപ്പോ എന്നോട് എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മേനെ കണ്ടപ്പം. ഇന്ന് ജുവാന്റെ മീറ്റിങ്ങിനും ഉള്ള. അപ്പൊ ഇന്നും അമ്മ വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയാക്കുന്നേ. നമുക്കായാലും പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആ വഴിയൊക്കെ പോയി നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എനിക്കറിയാം, ഞങ്ങള് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അച്ഛനും മറ്റും അവിടെ കടയിലോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരുവാണെങ്കിൽ ദൂരേതേ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. നമ്മള് വീട്ടിൽ നിന്ന് കണ്ടിട്ട് വന്നതേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ എന്നാലും ഒരു പ്രത്യേക സന്തോഷമല്ലേ നമ്മുടെ ആൾക്കാരെയൊക്കെ നമുക്ക് അങ്ങനെ സ്കൂളിലോ ഒക്കെ വെച്ച് കാണുമ്പോൾ ഉടനെ ഓടിപ്പോവുക. അപ്പൊ ഞാൻ അന്നേരം അത് ഓർത്തു, ജോഷ് ഓടി വന്നതൊക്കെ കണ്ടപ്പോഴേക്കും. എന്നിട്ട് തിരിച്ചു വന്നപ്പം ഞാൻ ഓർത്തുന്ന പിന്നെ ഇവന്മാര് വൈകുന്നേരം വരുമ്പം അവർക്ക് ഇഷ്ടമുള്ള, ഞാൻ എല്ലാ ദിവസവും ഒരു വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനം എന്താന്ന് വെച്ചാല് അങ്ങനെ ആക്കി വെക്കുവേ. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. മീൻസ് അവർ ഓൾറെഡി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാണെങ്കിൽ ഈ 3:30-ക്ക് തിരിച്ചു വരുമ്പോഴേ നമുക്കതിന് സ്കൂളിൽ പോയിട്ടൊക്കെ ഒരു ഭയങ്കര വിശപ്പല്ലേ. എന്ത് കിട്ടിയാലും വിഴുങ്ങാന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ സ്കൂൾ വിട്ടിട്ട് വരുന്നത്. അപ്പൊ അമ്മ എന്തേലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ച് നോക്കിയിരിക്കും കേട്ടോ. അത് കോളേജിൽ പോകുന്ന സമയത്തായാലും ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്തായാലും വൈകുന്നേരം എത്തുന്ന സമയമാകുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അപ്പൊ നമുക്കത് ഒരു ദിവസം അതില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പൊ ഞാൻ ഓർത്തും പിള്ളേർക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മളെ പോലെ തന്നെയല്ലേ അവരും അല്ലേ. അപ്പം ഇവന്മാര് സ്കൂള് വിട്ട് വരുമ്പം അവർക്ക് എന്താണ് ഇഷ്ടമുള്ള സാധനം ആക്കി വെക്കുന്നത്. ഇടയ്ക്ക് നൂഡിൽസ് അല്ലെങ്കിൽ എന്താ പറയുക, ചിക്കനോ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ചോറ് അങ്ങനെ കൊടുക്കാറില്ല. ചോറിന് അവരെപ്പോഴും സ്പെഷ്യൽ ഫുഡ് വേണം, സ്പെഷ്യൽ ഫുഡ് വേണം എന്നാണ്. അപ്പൊ ചോറ് കൊടുക്കുമ്പോൾ സ്പെഷ്യൽ അല്ലാന്ന് ജോഷു പറയുന്നോട്. അവിടെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ട് ഒരു ഗീ റൈസ് ഒക്കെ വെച്ച്, ഗീ റൈസ് പ്ലെയിൻ ആയിട്ട് നമ്മുടെ ബസ്മതി റൈസ് ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് സാധാ ചോറ് കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം അവർക്ക് ഇങ്ങനെ ഈ ബിരിയാണി റൈസ് ആക്കി കൊടുക്കുന്ന കേട്ടോ. അപ്പൊ ചിക്കൻ കറി വെക്കുന്നവർക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. എരിവെന്നൊക്കെ പറഞ്ഞാൽ അധികം കൂട്ടത്തില്ല. പക്ഷെ ഇച്ചിരി എരിവ് മുളക് പൊടിയൊക്കെ കുറച്ചിട്ട് ചിക്കൻ അങ്ങ് പൊരിച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് രണ്ടുപേർക്കും. എപ്പോഴും സ്കൂൾ വിട്ട് വരുന്ന വഴിക്കാണ് സർപ്രൈസ് ഉണ്ടോ സർപ്രൈസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ആ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും വരുന്നത്. അത് പ്രത്യേകിച്ച് വലിയ സാധനം വേണമെന്നില്ല, എന്തെങ്കിലും കഴിക്കാനുള്ള സാധനം സർപ്രൈസ് ഉണ്ടെങ്കിൽ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം സ്വിമ്മിംഗ് പൂളൊക്കെ വാങ്ങി വെച്ചിട്ട് എപ്പോഴും സർപ്രൈസ് ഉണ്ട്, നമ്മുടെ അതിന് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഓടി വരും. ഇത് കാണിക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ദിവസം ഫുൾ അവർക്ക് ആ സന്തോഷം കേട്ടോ. അല്ലാതെ വലിയ സാധനം വേണമെന്നോ അങ്ങനെയൊന്നും അവർക്ക്, കുഞ്ഞു സാധനം കിട്ടിയാലും അവർക്ക് ആ സർപ്രൈസിന് കേൾക്കാനൊന്നും എനിക്കൊന്നും അവർക്ക് സന്തോഷം. അപ്പൊ ഞാൻ വേഗം ചിക്കനൊക്കെ അധികം എന്താ പറയുക മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എണ്ണയ്ക്കകത്ത് കോക്കനട്ട് ഓയിലങ്ങ് ഞാൻ പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. വേറെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും പിള്ളേർക്ക് അതൊക്കെ എരിവല്ലേ. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കാറില്ല. എനിക്ക് പിന്നെ അങ്ങനെ കുരുമുളക് പൊടി ഇട്ടിട്ട് വേണമെന്നൊന്നും എനിക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാനത് വേഗം അങ്ങോട്ട് ആക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തീർന്നു. അപ്പം പിറ്റേ ദിവസം അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വെള്ളം ഞാൻ തലേ ദിവസമേ ആക്കി വെക്കും. അങ്ങനെ നമ്മൾ ചൂടില്ലാതെ കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കാറ്. അല്ലെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് കൊടുത്തു വിടാനുള്ള സ്നാക്സ് എല്ലാം ആക്കണം. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഈ വെള്ളം കൂടി തണുപ്പിക്കാൻ പോകുമ്പോൾ കുറേ കൂടി സമയം പിടിക്കൂല. അതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ എല്ലാം തലേ ദിവസം തന്നെ അങ്ങോട്ട് സെറ്റാക്കി വെക്കുവേ. അപ്പൊ രാവിലെ ആകുമ്പോൾ കുപ്പിയിലോട്ട് അങ്ങ് കഴുകി ഒഴിച്ചു കൊടുക്കേണ്ട പാടല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ സമയം ഏകദേശം ഒരു 2:45 ആയിട്ടുണ്ട്. 3:30-ക്ക് അവർക്ക് സ്കൂൾ വിടും. ഒരു 3:25 ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് മെല്ലെ അങ്ങോട്ട് പോകും. അത്രയും നടക്കേണ്ട ദൂരം കേട്ടോ. സ്പീഡ് നടക്കുവാണെങ്കിൽ 5 മിനിറ്റും വേണ്ടി വരൂല. ഞാൻ ഒത്തിരി സ്പീഡ് നടക്കത്തില്ല, കുറച്ച് മെല്ലെ അങ്ങ് നടന്നങ്ങ് പോകും. ഓടിപ്പോയിട്ട് ഇപ്പൊ നമുക്ക് അത്ര എന്താ പറയുക, ഓടിപ്പോയി ഓടി വരേണ്ട ആവശ്യമില്ല. കുറച്ച് മെല്ലെ നടന്നങ്ങ് പോയാൽ മതിയില്ല. സാധാരണ ഞാൻ ഈ ഗീ റൈസ് ഒക്കെ ആക്കുമ്പോ എനിക്ക് കുക്കറിൽ സാധാരണ ശരിയാവാറില്ല. ഇന്നെന്തായാലും ഞാൻ കുക്കറിൽ തന്നെ വെച്ചൊന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക്
2 ഗ്ലാസ് അരിയോ ഞാൻ എടുത്തിട്ട് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ കണക്കിന് ഞാൻ എപ്പോഴും വെക്കുന്നത്. അത് കറക്റ്റ് പകം. നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ അളന്ന് അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ വലിയ ഗ്ലാസ്സിന് അരി എടുത്തിട്ട് കുഞ്ഞു ഗ്ലാസ്സിന് പോയിട്ട് വെള്ളം എടുത്താൽ ശരിയാവത്തില്ല. അങ്ങനെ ആക്കി അത് അടച്ചും വെച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അടച്ച് ഒരു വിസിലായി. തുറന്നപ്പോഴേക്ക് നല്ല പാകമായിട്ടുണ്ട്. ഞാൻ തുറക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പഴത്തേക്ക് പിന്നെ ഞാൻ വേഗം ചിക്കനും കൂടി പൊരിക്കാൻ വെച്ചു. ചിക്കനും എല്ലാം അവിടെ ഇരുന്ന് ആവുകയാണെങ്കിൽ പിന്നെ അവരെ കൂട്ടാൻ പോകുമ്പോഴേക്ക് എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് പോവാലോ. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ചിക്കൻ പൊരിക്കാന്നെല്ലാം വെക്കും, പിന്നെ അവർക്ക് വിശപ്പും ഉണ്ടാവും, ദേഷ്യവും കൂടി വരും. അമ്മയ്ക്ക് ഇതൊക്കെ നേരത്തെ ആക്കി വെക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കും. ജോഷുവും ചോദിക്കും, ജുവാനും ചോദിക്കും കേട്ടോ. ജുവാൻ സ്കൂളിൽ പോയാൽ കഴിയുമ്പോൾ ഒരു അക്ഷരം മിണ്ടൂല. ടീച്ചർക്ക് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ ഇങ്ങനെ ടീച്ചറിന്റെ ചെവി വന്നിട്ട് പറയുമെന്ന് പറഞ്ഞു ജുവാൻ കൂട്ടം. വീട്ടിൽ വന്നാൽ അവന്റെ ഒച്ചയോ കാർച്ചയും കൂച്ചേ. ഇന്നിപ്പോ ഭയങ്കര സങ്കടത്തില രണ്ടുപേരും പോയാക്കുന്നത്. ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് ഇത് എടുത്തതിന്റെ പിറ്റേ ദിവസമാണ്. രണ്ടുപേർക്കും ഭയങ്കര ജോഷുവാണ് വയറുവേദന, തലവേദന, പനി. ജുവാനും പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ജുവാനും പോവണ്ട, ഇച്ചിരി നടക്കും തിരിച്ചു വരും, ഇച്ചിരി നടക്കും തിരിച്ചു വരും. അങ്ങനെയൊക്കെ ഇന്ന് രണ്ടിനെയും കൊണ്ട് വിട്ടത്. അതുകൊണ്ട് ഗീ റൈസ് കറക്റ്റ് സെറ്റായി. ഞാൻ പറഞ്ഞ പാകത്തിൽ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെക്കും, അരി കുതിർത്ത് വെക്കും കേട്ടോ. എന്നിട്ടാ പിന്നെ വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കറിലേക്ക് ഇടുന്നത്. അപ്പൊ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തു. കറക്റ്റ് വേവ് കൂടി പോയിട്ടോ കുറഞ്ഞു പോയിട്ടോ ഒന്നുമില്ല. വെള്ളമൊക്കെ ആവശ്യത്തിനായിരുന്നു. പിന്നെ അതങ്ങ് അടച്ചു വെച്ചിട്ട് അപ്പൊ അവിടെ ചിക്കനും ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവരെ കൂട്ടാൻ പോവാന്ന് വിചാരിച്ചിട്ട് വേഗം അങ്ങോട്ട് കൂട്ടാൻ പോകട്ടെ. നമുക്ക് വീടിന്റെ സൈഡിൽ കൂടെ അങ്ങ് പോയാൽ മതി. അധികം ആൾക്കാരൊന്നും കാണാനൊന്നുമില്ല. ചുറ്റിനും വീടുകൾ ഉണ്ടെങ്കിലും കൂടുതലും ഇങ്ങനെ കാട് പോലെയൊക്കെയാ. കാടല്ല, റബ്ബറും മരങ്ങള് ഇങ്ങനത്തെ ഒക്കെ ഇതാ. പിന്നെ നേരെ നടന്ന് ഞാൻ സ്കൂളിലെത്തി. രണ്ടുപേരുടെ സന്തോഷം കണ്ട ഞാന് കൂട്ടാൻ ചെന്നപ്പോഴേക്ക് ജുബാ നടക്കൂല കേട്ടോ. ജുബാനെ ഫുള്ള് എടുത്തോണ്ട് വരണം. ഒരു തുള്ളി വരെ നടക്കാൻ മടിയാ. മഴ ചെറുതായിട്ട് മഴയും പെയ്തു. ഞാൻ കുട എടുത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഓടിപ്പറക്കൊക്കെ വീട്ടിലെത്തി. വലിയ മഴ അങ്ങനെ പെയ്തില്ലായിരുന്നു, നനയാൻ മാത്രം പെയ്തില്ല. അപ്പൊ ഞാന് സർപ്രൈസ് ഉണ്ടിട്ടോ, സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഇവർക്ക് എന്നതാ സർപ്രൈസ് എടുത്തില്ല. അപ്പൊ ജുവാൻ അത് അങ്ങും ഇങ്ങൊക്കെ നോക്കുന്നത്. ജോഷും ബാഗൊക്കെ ഓടിക്കൊണ്ട് വെച്ചിട്ട് സർപ്രൈസ് എന്നെ അമ്മയെന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു വാ അടുക്കളയിലേക്ക് അവിടെയാന്ന് പറഞ്ഞു. അന്നത്തേക്ക് ഇവർക്ക് മറ്റേ ഈ റൈസിന്റെ മണം കിട്ടി. മണമൊക്കെ പിടിച്ചിട്ട് രണ്ടും കൂടി പോവാ. ജുവാൻ എന്നിട്ടും പിടി കിട്ടില്ല, അങ്ങും ഇങ്ങും നടക്കുവാണ്. ഭയങ്കര സന്തോഷമായി. ഞാൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴേക്ക് അവരുടെ എക്സ്പ്രഷൻ നോക്കി രണ്ടുപേരുടെ. ഉണ്ടോ നോക്കുക. ഇതെന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജോഷേ. മണം വന്നാലും ഉണ്ടോ രണ്ടിന്റെ നോട്ടമൊക്കെ ഉണ്ടായിയോടാ പാവങ്ങള്. നോക്കിയിട്ട് ആ ചിക്കനും കാണിച്ച സന്തോഷമായി. സ്കൂള് വിട്ട് വരുമ്പോഴേ ഇത്രയും സന്തോഷം കേട്ടോ. സ്കൂളിൽ പോകുമ്പോ ഈ സന്തോഷമൊന്നുമില്ല. എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് സങ്കടം തന്നെയാ. ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ.